നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 3. മക്കളെ, തൃതീയ പാഠ ഭ്രാതൃസ്നേഹ, ഭ്രാതാവിൻ്റെ സ്നേഹം, സഹോദര സ്നേഹം. പാഠം വായിക്കുന്നത് ശ്രദ്ധിക്കുക. അത്ര കേ ഗ്രന്ഥാः ദൃശ്യന്തെ. ഇതിഹാസഗ്രന്ഥौ कौ आदिकाव्यं किम्. अत्र बहूनि पुस्तकानि सन्ति. के ग्रन्थाः अत्र इति वयमत्र पश्यामः. रामायणं, रघुवंशं, पञ्चतन्त्रं, महाभारतं, वेदाः, पुराणानि च अत्र दृश्यन्ते. ഇതിഹാസഗ്രന്ഥौ कौ. ഇതിൽ ഇതിഹാസഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? രാമായണം, മഹാഭാരതം ച ഇതിഹാസഗ്രന്ഥോ. ആദികാവ്യം കിം. ആദികാവ്യം രാമായണം. ആമുഖം. രാമായണം ആദികാവ്യം ഭവതി. അസ്യ കർത്ത വാൽമീകി മഹർഷി ഭവതി. കാവ്യസ്മിൻ ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം, ഉത്തരകാണ്ഡം ചേതി സപ്തകാണ്ഡാനി തഥാ 24,000 ശ്ലോകാശ്ച സന്തി. അസ്യ കാവ്യസ്യ 24,000 സംഹിത ഇതി നാമാന്തരം അസ്തി. രാമായണേ സ്നേഹസ്യ വിവിധാൻ ഭാവാൻ വയം ദ്രഷ്ടും ശക്നുമഃ. അസ്മിൻ പാഠേ കിഷ്കിന്ധാകാണ്ഡേ വർത്തമാനഃ ഭ്രാതൃസ്നേഹവിഷയകഃ കാവ്യഭാഗഃ സ്വീകൃതോസ്മി. सम्पाति जडायुश्च भ्रातरौ पक्षिणौ स्तः. कदाचित् तयोर्मध्ये कः उपरि डयेत इति स्पर्धा जाता. तदनु किम् अभवत् इति पश्यामः. ആമുഖം ഒരു തവണ കൂടി വായിക്കട്ടെ, അർത്ഥം പറയാം. രാമായണം ആദികാവ്യം ഭവതി. രാമായണം ആദികാവ്യമാകുന്നു. അസ്യ കർത്ത, ഇതിൻ്റെ കർത്താവ് വാൽമീകി മഹർഷി ഭവതി. വാൽമീകി മഹർഷിയാണ്. കാവ്യസ്മിൻ, കാവ്യേ അധികം അസ്മിൻ, അസ്മിൻ കാവ്യേ എന്നർത്ഥം. ഈ കാവ്യത്തിൽ ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം, ഉത്തരകാണ്ഡം ചേതി. കാണ്ഡം ചേതി എന്ന് പിരിക്കുമ്പോൾ കാണ്ഡം ച ഇതി 3 വാക്കുണ്ട് അവിടെ. കാണ്ഡം ച ഇതി സപ്തകാണ്ഡാനി തഥാ 24,000 ശ്ലോകാശ്ച സന്തി. ഇവിടെ ഒന്നുകൂടെ പറയട്ടെ. അസ്മിൻ കാവ്യേ, ഈ കാവ്യത്തിൽ ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം, ഉത്തരകാണ്ഡം ചേതി സപ്തകാണ്ഡാനി 7 കാണ്ഡങ്ങളും തഥാ 24,000, 24,000 എന്ന് പറഞ്ഞാൽ 24,000 എന്നാണ് അർത്ഥം. 24,000 ശ്ലോകാശ്ച സന്ധി. അതുകൊണ്ടാണ് അതിനെ 24,000 എന്ന് പറയുന്നത്. അസ്യ കാവ്യസ്യ 24,000 സംഹിത ഇതി നാമാന്തരം അസ്തി. ഇതിന് 24,000 എന്ന ഒരു നാമാന്തരം, സഹസ്രീ സംഹിത എന്നൊരു മറ്റൊരു പേരും ഉണ്ട്. രാമായണേ, രാമായണത്തിൽ സ്നേഹസ്യ വിവിധാൻ ഭാവാൻ വയം ദ്രഷ്ടും ശക്നുമഃ. സ്നേഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അസ്മിൻ പാഠേ കിഷ്കിന്ധാകാണ്ഡേ വർത്തമാനഃ ഭ്രാതൃസ്നേഹവിഷയകഃ കാവ്യഭാഗഃ സ്വീകൃതോസ്മി. അസ്മിൻ കാണ്ഡേ, ഈ കാണ്ഡത്തിൽ, അസ്മിൻ പാഠേ, ഈ പാഠത്തിൽ, കിഷ്കിന്ധാകാണ്ഡത്തിൽ വർത്തമാനഃ ഉള്ളതായ ഭ്രാതൃസ്നേഹവിഷയകഃ കാവ്യഭാഗഃ, ഭ്രാതൃസ്നേഹവിഷയകമായ കാവ്യഭാഗം സ്വീകൃതോസ്മി, സ്വീകൃതഃ അസ്മി എന്നല്ല, സ്വീകൃതോസ്തി, സ്വീകൃതഃ അസ്തി. സ്വീകൃതോ എന്നുള്ളത് പിരിക്കുമ്പോൾ സ്വീകൃതഃ പ്രശ്ലേഷത്തിൻ്റെ സ്ഥാനത്ത് അകാരം വെച്ചു. അപ്പോൾ എങ്ങനെ പറയണം? സ്വീകൃതഃ അസ്തി. സമ്പാതി ജഡായുശ്ച ഭ്രാതരോ പക്ഷിണോ സ്തഃ.
സമ്പാദി ജഡായുശ്ച, സമ്പാദിയും ജഡായുഹുച്ച, ജഡായുവും ഭ്രാതരുമാണ്. ഭ്രാതാക്കളാണ്, രണ്ട് സഹോദരന്മാരാണ്, പക്ഷെ പക്ഷികളുമാണ്. പക്ഷികളായ രണ്ട് സഹോദരന്മാരാണ് സമ്പാദിയും ജഡായുവും. കഥാചിത് ഒരിക്കൽ തയോർ മധ്യേ പിരിക്കുമ്പോൾ തയോഹോ മധ്യേ അവരുടെ ഇടയിൽ കഹ ഉപരി ഡയേത ഇത് സ്പർദ്ധാജാത, ആരാണ് ഏറ്റവും മുകളിലേക്ക് പറക്കുക എന്നൊരു മത്സരബുദ്ധി അവർക്കുണ്ടായി. തദനു കിമഭവതിഥി പശ്യമഹ, അതിനുശേഷം എന്തുണ്ടായി എന്ന് നമുക്കൊന്ന് കാണാം. ഇത് വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധാകാണ്ഡത്തിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ്. പുരാ വൃത്രവധേ വൃത്തേ സചാഹം ച ജയൈഷിണൗ ആദിത്യമുപയാതൗ സോജ്വലന്തം രശ്മിമാലിനം. ഒരു തവണ കൂടി. പുരാ വൃത്രവധേ വൃത്തേ സചാഹം ച ജയൈഷിണൗ ആദിത്യമുപയാതൗ സോജ്വലന്തം രശ്മിമാലിനം. ഇനി അതിൻ്റെ പതിച്ചത് നോക്കാം. പുരാ വൃത്രവധേ വൃത്തേ സഹ ച അഹം ച ജയൈഷിണൗ ആദിത്യം ഉപയാതൗ സ്വഹ ജ്വലന്തം രശ്മിമാലിനം. അപ്പോൾ പതിച്ചതായി ചാഹം ച അധിയമഹം സ്വജ്വലന്തം സ്വഹ ജ്വലന്തം സ ച പിരിക്കുമ്പോൾ സഹ ച. വൃത്രവധ എന്ന് പറഞ്ഞാൽ വൃത്രസ്യ വധ വൃത്രവധ. ജയൈഷിണ ജയമിച്ഛതി ഇതി ജയൈഷി, ജയം ആഗ്രഹിക്കുന്നവൻ ജയൈഷിയാണ്. തൗ, അങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു, അതുകൊണ്ട് ജയൈഷിണൗ. ആദിത്യം അതിഥേഹേ അപത്യം പുമാൻ ആദിത്യ, അതിഥിയുടെ മകനായതുകൊണ്ടാണ് ആദിത്യൻ എന്ന് പറയുന്നത്. തം ആദിത്യനെ. രശ്മിമാലിനം രശ്മീനാം മാല, രശ്മിമാല സൂര്യരശ്മികളുടെ മാല, കൂട്ടം, സമൂഹം. രശ്മിമാല അസ്യ അസ്തി ഇതി രശ്മിമാലി തം, ആ രശ്മിമാലിയെ. ഇനി അതിൻ്റെ അന്വയക്രമത്തിലാണ് അർത്ഥം പറയുന്നത്. താഴോട്ട് നമുക്ക് നോക്കിയാൽ അന്വയം കാണാം. പുരാ വൃത്രവധേ വൃത്തേ ജയൈഷിണൗ സഹ അഹം ച രശ്മിമാലിനം ജ്വലന്തം ആദിത്യം ഉപയാതൗ സ്വഹ. പുരാ പൂർവം. വൃത്രവധേ വൃത്രാസുരസ്യ വധേ, വൃത്രാസുരനെ വധിച്ച സമയത്ത്, വൃത്തേ സതി അത് നടക്കുന്ന സമയത്ത്, ജയൈഷിണ വിജയകാംക്ഷിണോ വിജയമാഗ്രഹിക്കുന്ന, സഹ അവൻ, ആ ജഡായുവും, അഹം ഞാൻ, സമ്പാദിയും, ച അഭിം രശ്മിമാലിനം കിരണമാലാധരം ജ്വലന്തം തപിച്ചുകൊണ്ടിരിക്കുന്ന, ആദിത്യം ആദിത്യനെ സൂര്യനെ, ഉപയാതോ സമീപംഗതോ അല്ലെങ്കിൽ ഉപഗതോ, സ്വഹ അസ്വ എന്നർത്ഥം. പൂർവം യഥാ വൃത്രാസുരസ്യ വധഃ പ്രവൃത്തഃ, പണ്ട് വൃത്രാസുരൻ്റെ വധം നടന്ന സമയത്ത്, തഥാ ആവാം ഞങ്ങൾ രണ്ടുപേര്, അതായത് ജഡായു സമ്പാദി ച, ജഡായുവും സമ്പാദിയും, കിരണമാലിനം സമുജ്വലന്തം സൂര്യം ഉപഗച്ഛന്തോ അസ്വ, വളരെ കിരണമാലികളായ വളരെയധികം രശ്മികളോട് കൂടിയ സമുജ്വലിക്കുന്ന ആ സൂര്യനെ ഉപഗച്ഛന്തോ ആസ്മ, സൂര്യൻ്റെ സവിധത്തിലേക്കാണ് ഞങ്ങൾ പറന്നത്. അപ്പോൾ ആ ശ്ലോകം മനസ്സിലായിട്ടുണ്ട്. അതായത് ജഡായുവും സമ്പാദിയും പക്ഷികളാണ്, അവർ ഭ്രാതാക്കളാണ്, അവർ തമ്മിലൊരു മത്സരം വയ്ക്കുകയാണ്, ആരാണ് ഏറ്റവും ഉയരത്തിൽ പറക്കുക. അങ്ങനെ അവർ മുകളിലോട്ട് പറന്ന് രശ്മിമാലിയായ തപിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ സവിധത്തിലേക്ക് എത്തിത്തുടങ്ങി. മനസ്സിലായില്ലേ? അടുത്തത് 2. ആവൃത്യാകാശമാർഗേണ ജവേന സ്മഗതൗ ഭൃശം മധ്യം പ്രാപ്തേ ച സൂര്യേതോ ജഡായുരവസീദതി.
ആവൃത്യാകാശമാർഗേണ ജവേന സ്മ ഗതോ വൃശം മധ്യം പ്രാപ്തേ ച സൂര്യേത്തോ ജടായൂരവസീദതി. ഒന്നുകൂടെ വായിക്കാം. ആവൃത്യാകാശമാർഗേണ ജവേന സ്മ ഗതോ വൃശം മധ്യം പ്രാപ്തേ ച സൂര്യേത്തോ ജടായൂരവസീദതി. പദച്ഛേദം നോക്കാം. ആവൃത്യാകാശമാർഗേണ ജവേന സ്മ ഗതോ വൃശം മധ്യം പ്രാപ്തേ ച സൂര്യേ തോ ജടായുഹോ അവസീദതി. പദച്ഛേദോടെ 2 വാക്ക് എഴുതിയിട്ടുണ്ട്. ആവൃത്യാകാശമാർഗേണ, ആവൃത്യ ആകാശമാർഗേണ ജടായുരവസീദതി, ജടായുഹോ അവസീദതി. ആകാശമാർഗേണ അന്വയാണ് താഴത്തേക്ക് പറയുന്നത്. ആകാശമാർഗേണ ആവൃത്യ വൃശം ജവേന ഗതോ സൂര്യേ മധ്യം പ്രാപ്തേത്തോ ജടായുഹോ അവസീദതി സ്മ. ആകാശമാർഗേണ ഗഗനമാർഗേണ ആകാശത്തിലൂടെ ആവൃത്യ ആവർത്തനം കൃത്വ ഭൃശം അത്യന്തം ജവേന വേഗേന ഗതോ അങ്ങനെ വേഗേന ഗതോ പോയിക്കൊണ്ടിരിക്കുന്ന പറന്നുകൊണ്ടിരിക്കുന്ന അവർ സൂര്യേ ആദിത്യേ മധ്യം പ്രാപ്തേ മധ്യമാഗതേ തോ ജടായു മമ കനിഷ്ഠഃ അവസീദതി സ്മ വിഷീദതി സ്മ. ആകാശമാർഗത്തിലൂടെ അങ്ങനെ വട്ടം കറങ്ങി വളരെ വേഗത്തിൽ സൂര്യനെ പ്രാപിച്ച അവർ സൂര്യനോടടുത്തപ്പോൾ ജടായുവിന് ഒരു വിഷമം നേരിട്ടു. ജടായു ചെറിയ ആളല്ലേ, അവന് സൂര്യൻ്റെ പ്രകാശം ഏറ്റിട്ട് വളരെയധികം ക്ഷീണിതനായി. സാരാംശം: ആകാശമാർഗേണ ആവർത്തനപൂർവകം ആവാം അത്യന്തം വേഗേന ഗതോസ്മ. ആകാശമാർഗത്തിലൂടെ അങ്ങനെ വട്ടം കറങ്ങി ആവാം ഞങ്ങൾ 2 പേർ അത്യന്തം വേഗേന ഗതവന്തോ വളരെയധികം വേഗത്തിൽ കുതിച്ചുയർന്നു. യഥാ സൂര്യ മധ്യം പ്രാപ്ത, എപ്പോൾ സൂര്യൻ അങ്ങനെ മധ്യാഹ്നത്തിലേക്ക് എത്തിയോ, അതായത് വളരെയധികം ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ തഥാ ജടായു ശ്രാന്തഃ ഭവതി സ്മ, ജടായു അപ്പോൾ ക്ഷീണിതനായി. സവിശേഷ പ്രയോഗഃ സ്മ ഇതി അവ്യയസ്യ യോഗേ ലട്ട് ലകാരസ്യ ഭൂതകാലാർത്ഥഃ. സ്മ എന്ന അതൊരു അവ്യയാണെന്നാണ് പറയുന്നത്. സ്മ എന്ന അവ്യയത്തിൻ്റെ യോഗത്തിൽ, അതായത് ഭവതി സ്മ ഭവിച്ചു, ക്രീഡതി സ്മ കളിച്ചു, അങ്ങനെ സ്മ ഇതി അവ്യസ്യ യോഗേ ലട്ട് ലകാരസ്യ, ലട്ടിൻ്റെ രൂപമാണെങ്കിലും അതിന് സ്മ എന്നത് ചേരുമ്പോൾ അതിന് ഭൂതകാലാർത്ഥം കിട്ടും. ഇപ്പോഴെന്താണ് കഥ ഉണ്ടായത്? ആകാശമാർഗത്തിലൂടെ അങ്ങനെ വട്ടം കറങ്ങി ഉയർന്നുകൊണ്ടിരിക്കുന്ന അവർ 2 പേർ മധ്യാഹ്നമായപ്പോൾ സൂര്യൻ്റെ തീക്ഷ്ണമായ പ്രകാശമേറ്റിട്ട് കനിഷ്ഠനായ ഇളയവനായ ജടായുവിന് ക്ഷീണം വന്നു. അപ്പോൾ നോക്കാം. തമഹം ഭ്രാതരം ദൃഷ്ട്വാ സൂര്യരശ്മിഭിരർദ്ദിതം പക്ഷാഭ്യാം ഛാദയാമാസ സ്നേഹാത് പരമവിഹ്വലം. ഒരു തവണൂടെ. തമഹം ഭ്രാതരം ദൃഷ്ട്വാ സൂര്യരശ്മിഭിരർദ്ദിതം പക്ഷാഭ്യാം ഛാദയാമാസ സ്നേഹാത് പരമവിഹ്വലം. പദച്ഛേദം: തം അഹം ഭ്രാതരം ദൃഷ്ട്വാ സൂര്യരശ്മിഭിരർദ്ദിതം പക്ഷാഭ്യാം ഛാദയാമാസ സ്നേഹാത് പരമവിഹ്വലം. പദച്ഛേദം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പദച്ഛേദം 2 ഒന്നിച്ച് പറയുന്നുണ്ട്. തം അഹം, തം അധികം അഹം, ആ ചേരുമ്പം മാ എന്ന് വന്നു. തം അധികം അഹം തമഹം. അനുസാരമല്ല ഇടേണ്ടത് കേട്ടോ. സൂര്യരശ്മിഭിരർദ്ദിതം, സൂര്യരശ്മിഭിഹി അർദ്ദിതം വിഗ്രഹം. പരമവിഹ്വലം, പരമം യഥാ സ്യാത് തഥാ വിഹ്വലം. ഏറ്റവും ഉച്ചസ്ഥായിയിൽ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തരത്തിൽ
അതിനാണ് പരമം എന്ന് പറയുന്നത്. പരമമായ ആ ഒരു അവസ്ഥയാണ് ആ വിഹ്വലാവസ്ഥയാണ് പരമവിഹ്വലം എന്ന് പറയുന്നത്. ഇനി അന്വയം. സൂര്യരശ്മിഭിः അർദ്ദിതം പരമവിഹ്വലം ഭ്രാതരം ദൃഷ്ട്വാ അഹം സ്നേഹാത് പക്ഷാഭ്യാം തം ഛാദയാമാസ. സൂര്യരശ്മിഭിः സൂര്യൻ്റെ കിരണങ്ങളാൽ അർദ്ദിതമായ അങ്ങനെ ചൂടുപിടിച്ച് കരിഞ്ഞുകൊണ്ടിരിക്കുന്ന പരമവിഹ്വലം സ്വാംഗധാരണേ നിതരാമശക്യം, അതായത് സ്വന്തം ശരീരത്തെ താങ്ങാൻ കഴിയാതെ ഭ്രാതരം സഹോദരനെ, അതായത് ആ സൂര്യൻ്റെ അത്യുഷ്ണമായ പ്രകാശത്തിൽ ഉയർന്നു പൊങ്ങാൻ കഴിയാതെ ക്ഷീണിതനായിരിക്കുന്ന ആ ഭ്രാതാവിനെ, ആ സഹോദരനെ വീക്ഷ്യ അഹം ഞാൻ സമ്പാദി എന്ത് ചെയ്തു? സ്നേഹാത് അവനോടുള്ള വാത്സല്യം കൊണ്ട്, പ്രേമം കൊണ്ട്, സ്നേഹം കൊണ്ട്, പക്ഷാഭ്യാം തൻ്റെ ആ വലിയ പക്ഷങ്ങളെ കൊണ്ട്, തം ജടായുഷം ആ ജടായുവിനെ, ഛാദയാമാസ സൂര്യനിൽ നിന്ന് അകരവം സൂര്യൻ്റെ ആ വലിയ പ്രകാശത്തിൽ നിന്ന് തൻ്റെ ആ വലിയ ചിറകുകളാൽ അവൻ മറച്ചു പിടിച്ചു. നല്ലൊരു കഥ അല്ലേ? സൂര്യരശ്മിഭിഹി സൂര്യകിരണങ്ങളാൽ പീഡിതനായ, സ്വന്തം അംഗത്തെ ധരിക്കാൻ അശക്തനായ സഹോദരനെ കണ്ടിട്ട് സമ്പാദി എന്തു ചെയ്തു? അവനോടുള്ള വാത്സല്യം കൊണ്ട് സ്വന്തം ചിറകുകളാൽ ആ ജടായുവിനെ സൂര്യരശ്മിയിൽ നിന്നും മറച്ചു വെച്ചു. സാരാംശം. സൂര്യസ്യ നിശിതൈഹി കിരണൈഹി പീഡിതം, സൂര്യൻ്റെ തീക്ഷ്ണമായ കിരണങ്ങളാൽ കഷ്ടപ്പെടുന്ന, ഭയേന നിതരാം വ്യാകുലം ആ ഭയം കൊണ്ട് വളരെയധികം വ്യാകുല ചിത്തനായ, താം സോദരം ദൃഷ്ട ആ സോദരനെ കണ്ടിട്ട്, അഹം ഞാൻ, സമ്പാദി പ്രേമണ സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്, പക്ഷോ പ്രസാര്യ എൻ്റെ ചിറക് കണ്ട് വിരുത്തിയിട്ട്, ആച്ഛാദിതവാൻ അവനെ ഞാൻ മറച്ചു പിടിച്ചു. നല്ലൊരു കഥ അല്ലേ? 4. നിർദഗ്ധപക്ഷപതിതോ വിന്ധ്യേഹം വാനരർഷഭ അഹമസ്മിൻ വസൻ ഭ്രാതോ പ്രവൃത്തം നോപലക്ഷ്യേ. നിർദഗ്ധപക്ഷപതിതോ വിന്ധ്യേഹം വാനരർഷഭ അഹമസ്മിൻ വസൻ ഭ്രാതോ പ്രവൃത്തിം നോപലക്ഷ്യേ. ഒരു തവണ കൂടി. നിർദഗ്ധപക്ഷപതിതോ വിന്ധ്യേഹം വാനരർഷഭ അഹമസ്മിൻ വസൻ ഭ്രാതോ പ്രവൃത്തിം നോപലക്ഷ്യേ. പദച്ഛേദം. നിർദഗ്ധപക്ഷ പതിത വിന്ധ്യേഹം എങ്ങനെ വിരിക്കുക? വിന്ധ്യേ അഹം. വാനരർഷഭ അഹം അസ്മിൻ വസൻ ഭ്രാതുഃ പ്രവൃത്തിം ന ഉപലക്ഷ്യേ. പദച്ഛേദം. പതിത വിന്ധ്യേഹം. പതിത അധികം വിന്ധ്യേ അധികം അഹം. അഹമസ്മിൻ അഹം അധികം അസ്മിൻ. നോപലക്ഷ്യേ ന അധികം ഉപലക്ഷ്യേ. വിഗ്രഹം. നിർദഗ്ധപക്ഷ നിർദഗ്ധൗ പക്ഷൗ യസ്യ സഹ പക്ഷം കരിഞ്ഞ ശരീരത്തോടു കൂടിയവൻ ആരോ അവൻ. വാനരർഷഭ വാനരാഹ ഋഷഭാഹ ഇവ വാനരപ്രമുഖന്മാരെ എന്നർത്ഥം. അന്വയം. ഹേ വാനരർഷഭ അന്വയം. ഹേ വാനരർഷഭ നിർദഗ്ധപക്ഷ അഹം വിന്ധ്യേ പതിത അസ്മിൻ വസൻ അഹം ഭ്രാതുഃ പ്രവൃത്തിം ന ഉപലക്ഷ്യേ. അങ്ങനെ നിർദഗ്ധപക്ഷ നിർദഗ്ധൗ പക്ഷൗ യസ്യ സഹ നിർദഗ്ധപക്ഷ പക്ഷം കരിഞ്ഞ. ഹേ വാനരർഷഭ അല്ലയോ വാനരശ്രേഷ്ഠ. നിർദഗ്ധപക്ഷ ഭസ്മീകൃതപക്ഷ പ്ലുഷ്ടപത്ര കരിഞ്ഞ പക്ഷത്തോടുകൂടിയ ചിറക് കരിഞ്ഞിട്ട്, അഹം ഞാൻ, സമ്പാദി. വിന്ധ്യേ വിന്ധ്യപർവ്വതേ പതിത നിപതിത അസ്മിൻ ഏതസ്മിൻ
വസൻ ഇവിടെ വസിച്ചുകൊണ്ട്, നിവസൻ വാസം കുർവൻ, അഹം അഹം ഞാൻ, ഭ്രാതുഃ സോദരസ്യ ജടായുഷഃ പ്രവൃത്തിം വാർത്താം ന ഉപലക്ഷയേ. ന ജാനാമി അതിനുശേഷം ആ ജടായുവിൻ്റെ വാർത്ത ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് വളരെ സങ്കടത്തോടു കൂടി പറയണം. തൻ്റെ ചിറകോ കരിഞ്ഞു. ജടായുവിന് എന്തു പറ്റി പിന്നെ എന്നത് ഞാൻ അറിഞ്ഞില്ല എന്ന് വളരെ സങ്കടത്തോടു കൂടിയിട്ട് സുഗ്രീവാദി വാനരന്മാരോട് പറയണം. അഹം ന ജാനാമി നോപലക്ഷ്യെ ന ജാനാമി. സാരാംശം: ഹേ കവിവീരാഹ, ഭസ്മീകൃതപക്ഷഃ അഹം വിന്ധ്യേ. ഇവിടെ കവിവീരനാണോ എന്ന് എനിക്ക് സംശയം തോന്നുക. കവിവീരനായിരിക്കും. ഹേ കവിവീരാഹ, അല്ലയോ കവിശ്രേഷ്ഠന്മാരെ. മഹേന്ദ്രപർവ്വതത്തിലാണെന്ന് തോന്നുന്നു. അവിടെ സീതാന്വേഷണം കഴിഞ്ഞ് സീതയെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാതെ വളരെയധികം ദുഃഖിതരായിട്ടുള്ള ആളുകളല്ല വാനരന്മാർ ജീവനൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് അവരുടെ വായിൽ നിന്ന് ജടായു എന്ന വാക്ക്, ജടായു എത്ര പുണ്യവാനാണ്. രാമന് വേണ്ടിയിട്ട് രാമൻ്റെ പത്നിയായ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്ന രാവണനോട് എതിർത്തിട്ട് ആ രാവണൻ തൻ്റെ വജ്രായുധം കൊണ്ട് ജടായുവിൻ്റെ 2 പക്ഷങ്ങളും അരിഞ്ഞു വീഴ്ത്തി. അങ്ങനെ ആ ജടായു രാമന് വേണ്ടി കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് എത്ര ഒരു പുണ്യവാനാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ സമ്പാദി എന്തോ ചെവിയോർത്തിട്ട് കേൾക്കുകയാണ് ജടായു എന്ന ശബ്ദം. എന്താണ് ഈ പറഞ്ഞത്? എൻ്റെ അനിയൻ്റെ പേരാണല്ലോ ജടായു, എന്താണ് അവർ പറയുന്നത് എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവരോട് പറയാണ്, എനിക്ക് തീരെ വയ്യ, എന്നെ താങ്ങിയിട്ട് ആ സമുദ്രത്തിൽ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കണം. ഞാൻ എൻ്റെ ആ മരിച്ചുപോയ അനുജൻ്റെ വിവരം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, ജടായുവിൻ്റെ വിവരം. ആ വാർത്ത അറിഞ്ഞിട്ട് അവന് അന്ത്യാഞ്ജലി കൊടുക്കാൻ എൻ്റെ മനസ്സ് വളരെയധികം ധൃതിപ്പെടുകയാണ്. അതുകൊണ്ട് എന്നെ അത് ചെയ്യിപ്പിക്കണമെന്ന് ആരോട് പറയണ്? ആ കവിശ്രേഷ്ഠന്മാരോട് പറയണ്. അങ്ങനെയാണ് കവിവീരാഹ എന്നായിരിക്കും ശരിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ കവിവീരാഹ ഭസ്മീകൃതപക്ഷഃ അഹം വിന്ധ്യേ പതിതഃ. ഭസ്മീകൃതപക്ഷനായിട്ടുള്ള ഞാൻ ആ വിന്ധ്യാപർവ്വതത്തിൽ വീണു. അസ്മിൻ വിന്ധ്യാപർവ്വതേ വസൻ, ആ വിന്ധ്യാപർവ്വതത്തിൽ വസിച്ചുകൊണ്ട് അഹം ഞാൻ മമ സോദരസ്യ ജടായുഷഃ, എൻ്റെ സഹോദരനായ ജടായുവിൻ്റെ കാമപി വാർത്താം ന ജാനാമി, ഒരു വാർത്തയും ഞാൻ അറിയുന്നില്ല. പഠനപ്രവർത്തനങ്ങൾ: സംഘശ വ്യക്തിശഃ ച കാവ്യം സതാളം ആലപന്തു. ഇത് വാൽമീകി രാമായണം അനുഷ്ടുപവൃത്തത്തിലുള്ള ശ്ലോകമാണ്. അതായത് അനുഷ്ടുപവൃത്തം എന്ന് പറഞ്ഞാൽ ശ്ലോകം മിക്കവാറും 8 അക്ഷരങ്ങളായിരിക്കും വരികളിൽ ഉണ്ടായിരിക്കുക. അങ്ങനെ അനുഷ്ടുപവൃത്തത്തിലാണ് വാൽമീകി രാമായണം എഴുതിയതെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ശ്രദ്ധേയാംശഃ ഉചിതഃ താളഃ, നല്ല ഭംഗിയിൽ പാടണം, ഭക്തിയിൽ പാടണം, അക്ഷരസ്ഫുടത വേണം, ആശയ അവബോധം വേണം. പ്രശ്നാവലി പരിശീല്യ അന്വയം ലിഖതു, പ്രശ്നാവലി നോക്കിയിട്ട് അന്വയം എഴുതണം. കഥാ പക്ഷിണോ ആദിത്യം ഉപഗതോ, എപ്പോഴാണ് പക്ഷികൾ ആദിത്യനെ സമീപിച്ചത്? കണ്ടുപിടിക്കണം. കസ്യ വധഃ സംവൃത്തഃ, ആരുടെ വധമാണ് അവിടെ നടന്നത്? കീദൃശൗ പക്ഷിണോ, അവരെങ്ങനെയുള്ള പക്ഷികളാണ്? പക്ഷിണോ കൗ, ആരാണ് ആ 2 പക്ഷികൾ? കീദൃശം സൂര്യം, എങ്ങനെയുള്ള സൂര്യനെ? പക്ഷിണോ കിം അകുരുതാം, പക്ഷികൾ 2 പേരെന്താണ് ചെയ്യുന്നത്? പാഠം വായിച്ച് കുറേ തവണ പാഠം ഈ
ശ്ലോകം വായിക്കുമ്പോൾ ഇതിനെല്ലാം ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് പറ്റും. അടുത്തത് പ്രശ്നാവലി പരിശീലിച്ചിട്ട് അന്വയം എഴുതാനാണ് പറയുന്നത് കേട്ടോ. അന്വയം എഴുതാൻ ഒരു പ്രയാസമില്ല. അപ്പം നമ്മൾ വായിച്ചില്ലേ, താഴോട്ട് വാക്കുകൾ വായിച്ചില്ലേ, അതാണ് അതിൻ്റെ അന്വയം. മക്കളെ താഴത്ത് നോക്കുക. സാഹോദര്യം അധികൃത്യ ചർച്ചാം കൃത്വ ലഘു ടിപ്പണിയും ലിഖതു. സാഹോദര്യത്തെക്കുറിച്ച് അധികൃത്യ ലബന്ധവ്യാണ് ചർച്ച നടത്തിയിട്ട് ഒരു ലഘു ടിപ്പണിയും ലിഖതു. നിങ്ങൾക്ക് നിങ്ങളുടെ അനിയനോടും അനിയത്തിമാരോടും ഏട്ടനോടും ചേച്ചിയോടും ഒക്കെ വളരെയധികം സ്നേഹം ഉണ്ടാവും. വളരെയധികം തല്ലുകൂടിയാലും എന്തെല്ലാം കുസൃതികൾ കാണിച്ചാലും മറ്റൊരാൾ വന്നിട്ട് അവരെന്തെങ്കിലും കാണിക്കുമ്പോൾ നമ്മൾ ഒക്കെ മറന്നിട്ട് പുറത്തുനിന്ന് വന്ന ആളെ ഇട്ട് നമ്മൾ തല്ലുകൂടാൻ നിൽക്കൂലേ. അതൊക്കെ സ്നേഹം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൽ രാമായണത്തിൽ പല സന്ദർഭങ്ങളുണ്ട്. അതായത് പല സന്ദർഭങ്ങളുണ്ട്. ഒരു സന്ദർഭം പറയുകയാണെങ്കിൽ, ശ്രീരാമൻ അച്ഛൻ്റെ വാക്കുപാലിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകാൻ പുറപ്പെടുകയാണ്. സീതാദേവി പറയണ്, എൻ്റെ ഭർത്താവ് പോകുന്ന കാട്ടിലേക്കാണെങ്കിലും ഭർത്താവ് പോകുന്ന ആ കാടാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞ് സീതാദേവി ഒപ്പം പുറപ്പെട്ടു. ലക്ഷ്മണൻ പറയാണ് അമ്മയോട്, ജ്യേഷ്ഠൻ്റെ കൂടെ എന്നെ കാട്ടിലേക്ക് പോകാൻ അനുവദിക്കണം അമ്മേ എന്ന്. അപ്പോൾ അമ്മ പറയാണ്, രാമായണത്തിലെ ഏറ്റവും വിശ്രുതമായ ശ്ലോകമാണ് ആണെന്നാണ് പറയുന്നത്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛ താത യഥാ സുഖം. രാമം ദശരഥം വിദ്ധി, രാമനെ നീ ദശരഥനാണെന്ന് കരുതിയിട്ട് ബഹുമാനിക്കണം, ഓർക്കണം, കൂടെ എപ്പോഴും ശ്രദ്ധിക്കണം, ബഹുമാനിക്കണം. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം, ജനകാത്മജയെ ഞാനാണെന്ന് കരുതണം. രാമൻ്റെ പത്നി സീതാദേവിയെ നീ അമ്മയ്ക്ക് തുല്യം കരുതണം. അയോധ്യാം അടവിം വിദ്ധി, നീ പോകുന്ന അടവി അയോധ്യയാണെന്ന് കരുതണം. ഗച്ഛ താത യഥാ സുഖം, നീ വളരെ സുഖമായിട്ട് ജ്യേഷ്ഠൻ്റെ കൂടെ പോകൂ എന്നാണ് ആ അമ്മയും പറയുന്നത്. പിന്നെ പല ഇതുണ്ട്. ശ്രീരാമൻ കാട്ടിലങ്ങനെ പോകാനിട വന്നല്ലോ. സീതാദേവിയും ലക്ഷ്മണനും ഒക്കെ ആയിട്ടാണ് അവിടെ കാട്ടിൽ പർണശാല കെട്ടി താമസിക്കുന്നത്. അവർ അയോധ്യ വിട്ട സമയത്ത് ദശരഥ മഹാരാജാവിന് പുത്രനെ പിരിഞ്ഞ ദുഃഖം സഹിക്കാൻ വയ്യാതെ ദശരഥ മഹാരാജാവ് സ്വർഗം പ്രാപിക്കുകയാണ്. ആ സമയത്ത് ഭരതൻ കൊട്ടാരത്തിലില്ലായിരുന്നു എന്നും അങ്ങനെ തൻ്റെ മാതാവായ കൈകേയിയുടെ വീട്ടിലായിരുന്നെന്നും വിവരമറിയിച്ച് ഇവിടെ അയോധ്യയിൽ വന്നപ്പോൾ ശ്രീരാമനെ കാണാതെ വളരെയധികം ദുഃഖിക്കുകയും അച്ഛൻ്റെ മരണത്തിന് കാരണം തൻ്റെ അമ്മയാണെന്ന് കരുതിയിട്ട് അമ്മയോട് വളരെയധികം പരുഷമായ വാക്കുകൾ പ്രയോഗിക്കുകയും ഞാൻ ചെന്നുപോയി ജ്യേഷ്ഠനെ കണ്ടു വിളിച്ചാൽ അയോധ്യയിലേക്ക് തന്നെ ശ്രീരാമൻ വരുമെന്ന പ്രതീക്ഷയോടെ ശ്രീരാമനെ കാണാൻ വേണ്ടി അങ്ങനെ കാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ശ്രീരാമൻ വിവരം അറിയാണ്. തൻ്റെ അനിയൻ ഭരതശത്രുഘ്നന്മാരും എല്ലാവരും അയോധ്യാവാസികളും എല്ലാവരും അമ്മയും അച്ഛനും അമ്മമാരും എല്ലാവരും തന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ, എവിടെ ഭരതൻ? എനിക്ക് ഭരതനെ കാണാൻ എൻ്റെ കണ്ണുകൾ വളരെയധികം
ഞാൻ കണ്ണുകൾ വളരെയധികം ഒന്നുകൂടി വിസ്താരമാക്കട്ടെ. എൻ്റെ അനിയനെ ഞാൻ കണ്ടിട്ട് കാലം കുറേയായി. അവനെ കെട്ടിപ്പിടിച്ചിട്ടും അവനോട് സന്തോഷം പറഞ്ഞിട്ടും വളരെയധികം കാലമായി എന്നൊക്കെ പറയുമ്പോൾ നമുക്കവിടെ നമ്മൾ രോമാഞ്ചപുളകിതരാവുകയാണ്. ആ ഒരു ഭ്രാതൃസ്നേഹമാണ് നമുക്ക് പരസ്പരം വേണ്ടത്. ആ ഭ്രാതൃസ്നേഹം നമ്മൾ ശ്രീരാമൻ്റെ കഥയിൽ നിന്ന് മാതൃകയായിട്ട് നമ്മൾ എടുക്കുക. ജീവിതത്തിൽ ഉടനീളം അത് ശ്രദ്ധിക്കുക. ജ്യേഷ്ഠനായാലും അനിയനായാലും ജ്യേഷ്ഠത്തിയായാലും അനിയത്തിയായാലും ഏതൊരു ബന്ധത്തിലായാലും സഹോദരന്മാർ പരസ്പരം വളരെയധികം സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ളതാണ് രാമായണത്തിൽ പറയുന്നത്. അങ്ങനെ പല പല ഉദാഹരണങ്ങളുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ആ കഥകൾ പറയാം. ഇനി നോക്കാം. സാഹോദര്യം അധികൃത്യ ചർച്ചാം കൃത്യ ലഘു ടിപ്പണി ലിഖതു. അപ്പം നിങ്ങൾ തല്ലുകൂടുന്ന സമയത്ത്, ജ്യേഷ്ഠാഞ്ചന്മാർ തല്ലുകൂടുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് എന്തിനാടാ നീ അതിനെ തല്ലണമെന്ന് ചോദിച്ചാൽ നിങ്ങളെന്തു പറയും? ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പറഞ്ഞ ആളോടായിരിക്കും പിന്നെ നമുക്ക് ദേഷ്യം. നമ്മുടെ ദേഷ്യമൊക്കെ നമ്മൾ കണ്ടു മറക്കും. ഞങ്ങൾ ആ മൂന്നാമതായിട്ട് വന്ന ആളോടായിരിക്കും നമുക്കധികം ദേഷ്യം. നമ്മുടെ തെറ്റും കുറ്റമൊക്കെ നമ്മൾ മറന്നു പോകും. അങ്ങനെ നല്ലൊരു സഹോദര സ്നേഹം നമ്മൾ വെച്ച് പുലർത്തണം എന്നുള്ളതാണ് ഇവിടെയും പറയാനുള്ളത്. അധോദത്തം ഗദ്യാംശം പഠതി പ്രശ്നാനാം ഉത്തരാണി ലിഖതോ. തെറ്റിപ്പോയി, ഒരു വാക്ക് തെറ്റിപ്പോയി, ക്ഷമിക്കണേ. അധോദത്തം ഗദ്യാംശം പഠിത്വ, താഴെയുള്ള ഗദ്യഭാഗം വായിച്ചിട്ട് ത്വാന്തമവ്യാണ് പ്രശ്നാനം ഉത്തരാണി ലിഖതോ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഏകദാ സമ്പാദേഹേ ജഡായുഷഃ ച മധ്യേ കാചിത് സ്പർദ്ധ അജായത. ഒരിക്കൽ ജഡായുവും സമ്പാദിയും തമ്മിൽ ഒരു മത്സരം നടന്നു. കഹ അത്യന്തം വേഗവാൻ, ആരാണ് വളരെ വേഗത്തിൽ പറക്കുക? കഹ സൂര്യസ്യ സമീപം ഗന്ധം സമർത്ഥ ഭവതി ഇതി, ആരാണ് സൂര്യൻ്റെ സമീപത്തേക്ക് പോകാൻ വളരെയധികം സാമർഥ്യമുള്ളത് എന്നൊക്കെയായിരുന്നു മത്സരം. കനിഷ്ഠ ജഡായു ഗർവേണ അഗതേത്, കനിഷ്ഠനായ ജഡായു ഗർവത്തോടെ അഹങ്കാരത്തോടെ പറഞ്ഞു, യദ്യപി ഭവാൻ ബലവാൻ തഥാപി ന വേഗവാൻ, നീ വലിയ ബലവാനാണ്, പക്ഷെ നിനക്ക് വേഗത ഇല്ല. അതുകൊണ്ട് അഹമേവ വിജയി ഭവിഷ്യാമി, ഞാനായിരിക്കും വിജയിക്കുക എന്ന്. തഥ സമ്പാദി ഹസൻ, അപ്പോൾ സമ്പാദി ചിരിച്ചുകൊണ്ട് പറയണു, വത്സ മോനെ കുട്ടി, ആത്മപ്രശംസയാ കിം പ്രയോജനം, എന്തിനാണിടാ ആത്മപ്രശംസ നടത്തുന്നത്? തന്നെ പുകഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളതൊന്ന് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. തന്നെ നമ്മൾ പുകഴ്ത്തി പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും പ്രശംസനീയമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കണ്ടിട്ട് നമ്മളെ പുകഴ്ത്തണമെങ്കിൽ പുകഴ്ത്തിയാൽ മതി, ഇല്ലെങ്കിൽ വേണ്ടതാനും. ആത്മപ്രശംസയാക്കും പ്രയോജനം. വേഗപരീക്ഷയാ സാമർഥ്യം ജ്ഞാപയാമി, വേഗപരീക്ഷയാ ഞാനിപ്പോൾ എൻ്റെ സാമർഥ്യം ഞാൻ കാണിച്ചു തരാം. അതഹ ഭവാൻ സൂര്യാഭിമുഖം ഉഡ്ഡയതാം, സൂര്യൻ്റെ നേർക്ക് പറന്നാലും. തതഹ പരം തൗ, അതിനുശേഷം അവർ രണ്ടുപേർ ആകാശമാർഗേണ ഉഡ്ഡയിതും ആരഭത, പൊന്തിപ്പറക്കുവാൻ ആരംഭിച്ചു. ഇതിൽ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. കയോർ മധ്യേ സ്പർദ്ധാജായത, ആര് തമ്മിലാണ് സ്പർദ്ധ ഉണ്ടായത്? ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. അഹമേവ വിജയി ഭവിഷ്യാമി, കസ്യ വചനമിതം, ഞാനായിരിക്കും വിജയിക്കുക, ഇതാര് പറഞ്ഞതാണ്? കയാ സാമർഥ്യം ജ്ഞാപയാമി, കയാ സാമർഥ്യം ജ്ഞാപയാമി, ഞാൻ എൻ്റെ എങ്ങനെയാണ് എൻ്റെ സാമർഥ്യം ഞാൻ സ്ഥാപിക്കുക? വേഗപരീക്ഷയാ സാമർഥ്യം ജ്ഞാപയാമി. അടുത്തത് സൂര്യാഭിമുഖം ഉഡ്ഡയത ഇതി കഹ അവദത്, ആരാണ് പറഞ്ഞത് സൂര്യൻ്റെ നേർക്ക് പറക്കാമെന്ന്? കൗ ആകാശമാർഗേണ ഉഡ്ഡയിതും ആരബ്ധവന്തോ, ആരാണ് ആകാശമാർഗത്തിലേക്ക് പൊങ്ങിപ്പറക്കാൻ ആരംഭിച്ചത്? അടുത്തത് അധോദത്താനി അവ്യയപദാനി ഉപയുജ്യ വാക്യാനി രചയതു. ച എന്നും പുര എന്നും ഉണ്ട്. അങ്ങനെ ആ അവ്യയങ്ങൾ ചേർത്തിട്ട് വാക്യം പൂരിപ്പിക്കുക. യഥാ ഇപ്രകാരം.
ദിലീപः രാമായണം പഠതി, ദിലീപः മഹാഭാരതം പഠതി. ദിലീപः രാമായണം മഹാഭാരതം ച പഠതി. ച എന്ന് ചേർത്ത് രാമായണവും മഹാഭാരതവും വായിക്കുന്നു. ലതാ കഥാ ലിഖതി, ലതാ കവിതാ ലിഖതി. ലതാ കഥാം കവിതാം ച ലിഖതി. അടുത്തത് യഥാ ഇതം ഫലം വൃക്ഷേ ആസീത് ഫലം കണ്ടോലേ അസ്തി. അതെന്താണ്? പുര എന്ന് ചേർത്തെഴുതണം. പുര ഇതം ഫലം വൃക്ഷേ ആസീത്. മുൻപ് ഈ ഫലം വൃക്ഷത്തിലായിരുന്നു. ഇതാനും കണ്ടോലേ അസ്തി, ഇപ്പോൾ കുട്ടയിലാണ്. അയം സിംഹ വനേ ആസീത് സിംഹ ജന്തുശാലായാം അസ്തി. പുര അയം സിംഹ വനേ ആസീത് ഇതാനീം ജന്തുശാലായാം അസ്തി. അനുബന്ധം. ത്രിഷു ലിംഗേഷു സമാനഃ ദകാരാന്തഃ അസ്മശബ്ദ. നമ്മൾ പഠിച്ചതാണ്, ഓർക്കണം. പഠിച്ച് എപ്പോൾ ചോദിച്ചാലും പറയാൻ തക്കോണം പഠിക്കണം. ദകാരാന്തം ത്രിഷു ലിംഗേഷു സമാനഃ. ഇതിൽ സംബോധന പ്രഥമ നാസ്തി. പ്രഥമ വിഭക്തിയിൽ അഹം ആവാം വയം. ദ്വിതീയ വിഭക്തി മാം മാ ആവാം നൗ അസ്മാൻ നഹ. തൃതീയ വിഭക്തി മയ ആവാഭ്യം അസ്മാഭിः. ചതുർത്ഥി വിഭക്തി മഹ്യം മേ ആവാഭ്യം നൗ അസ്മഭ്യം നഹ. പഞ്ചമി വിഭക്തി മത് ആവാഭ്യം അസ്മത്. ഷഷ്ടി വിഭക്തി മമ മേ ആവയോഹോ നൗ അസ്മാകൻ നഹ. സപ്തമി വിഭക്തി മയി ആവയോഹോ അസ്മാസു. അത് പഠിച്ചതാണ് മക്കളെ. അടുത്തത് ഋകാരാന്തഃ പുല്ലിംഗ ഭ്രാതൃശബ്ദ. ഇതിന് പകരം നമ്മൾ പിതൃശബ്ദം പഠിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഭ്രാതൃശബ്ദം. ഭ്രാതൃശബ്ദം പിതൃശബ്ദം ഒക്കെ ഒരേപോലെയാണ്. രണ്ട് ഋകാരാന്താണ്. ഭ്രാതാ ഭ്രാതരോ ഭ്രാതരഃ. ഹേ ഭ്രാതഃ ഹേ ഭ്രാതരോ ഹേ ഭ്രാതരഃ. ഭ്രാതരം ഭ്രാതരോ ഭ്രാതൃൻ. ഭ്രാത്രാ ഭ്രാതൃഭ്യം ഭ്രാതൃഭിः. ഭ്രാത്രേ ഭ്രാതൃഭ്യം ഭ്രാതൃഭ്യഃ. ഭ്രാതുഃ ഭ്രാതൃഭ്യം ഭ്രാതൃഭ്യഃ. ഭ്രാതുഃ ഭ്രാത്രോഃ ഭ്രാതॄണാം ഭ്രാതരി ഭ്രാത്രോഃ ഭ്രാതൃഷു. ഇത് പിതൃശബ്ദം എങ്ങനെ പറയും? പിതാപിതരോ പിതരഃ. പിതൃശബ്ദം ഋകാരാന്താണ്, പുല്ലിംഗാണ്. പിതാപിതരോ പിതരഃ. ഹേ പിതഃ ഹേ പിതരോ ഹേ പിതരഃ. പിതരം പിതരോ പിതॄൻ. പിത്രാപിതൃഭ്യം പിതൃഭിः. പിത്രേ പിതൃഭ്യം പിതൃഭ്യഃ. പിതുഃ പിതൃഭ്യം പിതൃഭ്യഃ. പിതുഃ പിത്രോഃ പിതॄണാം പിതരി പിത്രോഃ പിതൃഷു. അടുത്തത് കേരള അങ്ങനെ വായിക്കേണ്ട ആവശ്യമില്ല. അമരകോശം. ആദിത്യ. സൂര്യസൂര്യാര്യമാദിത്യ ദ്വാദശാത്മാ ദിവാകര. സൂര്യഃ സൂര്യഃ ആര്യമ ആദിത്യഃ ദ്വാദശാത്മാ ദിവാകര. അത് സൂര്യൻ്റെ പര്യായം. പക്ഷഃ ഗരുത്പക്ഷ ഛദാ പത്രം പതത്രഞ്ച തനൂരുഹം. ഗരുത്പക്ഷ ഛന്ദഃ. ഇവിടെ ഒരു ഇതുണ്ടോയെന്നൊരു സംശയമുണ്ട്. ഗരുത്പക്ഷ ഛന്ദഃ എന്നാണെന്നാണ് തോന്നുന്നത്. ക്ഷമിക്കണേ, ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, ക്ഷമിക്കണം. ഞാൻ അത് ശ്രദ്ധിച്ച് പറഞ്ഞുതരാം. ഗരുത്പക്ഷ ഛന്ദഃ പത്രം പതത്രഞ്ച തനൂരുഹം. അടുത്തത് പ്രവൃത്തി. വാർത്ത, പ്രവൃത്തി, വൃത്താന്ത, ഉദന്ത. ഇതെല്ലാം എന്തുണ്ടായി, എന്ത് കഥയായി എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇനി ശബ്ദകോശം. അർദ്ദിതം പീഡിതം, പീഡിതനെ. ആദിത്യ സൂര്യ, സൂര്യൻ. ജയൈഷിണ വിജയകാംക്ഷിണ, വിജയം ആഗ്രഹിക്കുന്നവർ. ജവേന വേഗേന, വേഗതയിൽ. പക്ഷ പത്ര ചിറക്. പുരാപൂർവം പണ്ട്. വൃഷം അത്യധികം, വളരെയധികം. വൃത്തെ പ്രവൃത്തെ ഉണ്ടായപ്പോൾ. അധികതാംശ. കാവ്യാംശം സതാളം അലപത്. അന്വയം അലിഖത്. പ്രശ്നാനം ഉത്തരാണി അലിഖത്. ടിപ്പണിയും അലിഖത്. അവ്യയാനി ഉപയുജ്യ വാക്യാനി അലിഖത്. ഇനി നമുക്ക് ഈ പാഠഭാഗം ആദ്യം ആ ശ്ലോകങ്ങളൊന്ന് വായിക്കണ്ടേ? ആരോ പറഞ്ഞല്ലോ വായിക്കണ്ടെന്ന്, ആരോ പറഞ്ഞല്ലോ. ആരാ പറഞ്ഞത്? എന്നാലും കുറേ ആൾക്കാർ വായിക്കണം എന്ന് പറഞ്ഞവരുണ്ട്, അതുകൊണ്ട് വായിക്കട്ടെ.
ശ്ലോകം മാത്രം വായിച്ചാൽ മതി എന്ന് ആരോ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്യാം. തൃതീയ പാഠ ഭ്രാതൃസ്നേഹ, ഭ്രാതാവിൻ്റെ സ്നേഹം. അത്ര കെ ഗ്രന്ഥ ദൃശ്യന്തേ ഇതിഹാസഗ്രന്ഥൗ കൗ ആദികാവ്യം കിം. ഉത്തരം വളരെ ലളിതമാണ്. ആമുഖം. രാമായണമാദികാവ്യം ഭവതി. അസ്യ കർത്താവ് വാൽമീകി മഹർഷി ഭവതി. കാവ്യസ്മിൻ ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം, ഉത്തരകാണ്ഡം ചേതി സപ്തകാണ്ഡാനി സന്തി. തഥാ 24,000 ശ്ലോകാശ്ച സന്തി. അസ്യ കാവ്യസ്യ 24,000 ഇതി സാഹസ്രി സംഹിത ഇതി നാമാന്തരമസ്തി. രാമായണേ സ്നേഹസ്യ വിവിധാൻ ഭാവാൻ വയം ദ്രഷ്ടും ശക്നുമഃ. അസ്മിൻ പാഠേ കിഷ്കിന്ധാകാണ്ഡേ വർത്തമാനഃ ഭ്രാതൃസ്നേഹവിഷയകഃ കാവ്യഭാഗः സ്वीकृतोऽस्ति. सम्प्रति जडायुश्च भ्रातरो पक्षिणो सम्पादि जडायुश्च भ्रातरो पक्षिणो स्तः. कदाचित् तयोर्मध्ये कः उपरि उपरि डयेत इति स्पर्धा जाता. तदनु किमभवदिति पश्यामः. രാമായണമാദികാവ്യം ഭവതി. ആദികാവ്യമാണ്. കർത്താവ് വാൽമീകി മഹർഷി ഭവതി. കർത്താവ് വാൽമീകി മഹർഷി. ഈ കാവ്യത്തിൽ ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം, ഉത്തരകാണ്ഡം ചെയ്തി സപ്തകാണ്ഡാനി 7 കാണ്ഡങ്ങൾ, 24,000 ശ്ലോകങ്ങളുണ്ട്. 24,000 ശ്ലോകങ്ങളുണ്ട് ഉള്ളതുകൊണ്ട് 24,000 സംഹിത എന്ന മറ്റൊരു പേര് ഇതിനുണ്ട്. രാമായണേ സ്നേഹസ്യ വിവിധാൻ ഭാവാൻ വയം ദ്രഷ്ടും ശക്നുമഃ. സ്നേഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അസ്മിൻ പാഠേ കിഷ്കിന്ധാകാണ്ഡേ വർത്തമാനഃ ഭ്രാതൃസ്നേഹ വിഷയകഃ കാവ്യഭാഗः സ്വീകൃതഃ അസ്മി. ഇതിൽ കിഷ്കിന്ധാകാണ്ഡത്തിലെ കുറച്ച് വരികളാണ് ഇവിടെ വിവരിക്കുന്നത്. സമ്പാദി ജഡായുശ്ച ഭ്രാതരോ പക്ഷിണോ സഹ. സമ്പാദിയും ജഡായുവും ഭ്രാതാക്കളാണ്, പക്ഷികളാണ്. കഥാചിത് തയോർ മധ്യേ കഹ ഉപരി ഉപരി ഡയേത ഇതി സ്പർദ്ധ ജാത. ആരാണ് മുകളിലോട്ട് പറക്കുക എന്നതിനൊരു മത്സരമുണ്ടായി. തദനു കിമഭവതി ഇതി പശ്യാമഹ. അതിനുശേഷം എന്തുണ്ടായി എന്ന് നമുക്ക് നോക്കാം. പുരാവൃത്രവധേ വൃത്തേ സജാഹം ച ജയൈഷിണോ ആദിത്യമുപയാദൗ സ്വോ ജ്വലന്തം രശ്മിമാലിനം. പണ്ട് വൃത്രാസുരൻ്റെ വധം നടന്ന സമയത്ത് ജയേഷികളായ ജഡായുവും സമ്പാദിയും രശ്മിമാലിയായ സൂര്യകിരണങ്ങളോടുകൂടിയ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആദിത്യനെ സമീപിക്കാൻ വേണ്ടി അവർ പറന്നുയരുകയാണ്. ആവൃത്യാകാശമാർഗേണ ജവേന സ്മഗതൗ ഭൃശം മധ്യം പ്രാപ്തേ ച സൂര്യേത്തോ ജഡായുരവസീദതേ. ആകാശമാർഗത്തിലൂടെ അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന അവർ മധ്യാഹ്ന സമയത്തിൽ സൂര്യരശ്മി തീക്ഷ്ണമായപ്പോൾ ജഡായുവിന് വളരെയധികം ക്ഷീണം ഉണ്ടായി. തമഹം ഭ്രാതരം ദൃഷ്ട്വാ സൂര്യരശ്മിഭിരർദ്ദിതം പക്ഷാഭ്യാം ഛാദയാമാസ സ്നേഹാത് പരമവിഹ്വലം. അങ്ങനെ സൂര്യരശ്മികളാൽ പീഡിതനായ തൻ്റെ സഹോദരനെ കണ്ടിട്ട് സഹിക്കവയ്യാതെ അവനെ ആ സൂര്യരശ്മിയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി താൻ തൻ്റെ ചിറകുകളിൽ അവനെ ഒളിപ്പിച്ചു നിർത്തി. നിർദഗ്ധപക്ഷപതിതോ വിന്ധ്യേഹം വാനരർഷഭ അഹമസ്മിൻ വസൻ ഭ്രാതോ പ്രവൃത്യന്നോപലക്ഷയേ. അങ്ങനെ വാനരർഷഭ, അല്ലയോ കപിശ്രേഷ്ഠ, നിർദഗ്ധപക്ഷനായിട്ടുള്ള ചിറക് കരിഞ്ഞ ഞാൻ വിന്ധ്യ പർവ്വതത്തിൽ വന്ന് വീണു. അതിനുശേഷം ഞാൻ എൻ്റെ ജഡായു, എൻ്റെ അനിയനെക്കുറിച്ച് ഒരു വാർത്തയും പിന്നെ ഞാൻ കേട്ടിട്ടില്ല എന്ന് വളരെ സങ്കടത്തോടുകൂടി പറയാണ്. ഇപ്പോൾ അവൻ്റെ പേര് നിങ്ങളുടെ നാവിൽ നിന്ന് കേട്ടപ്പോൾ അവൻ്റെ കാര്യം അറിയാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ മരിച്ചു എന്ന വാർത്തയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് ചിറകില്ലാത്തതുകൊണ്ട് എനിക്ക് നടക്കാനൊന്നും വയ്യ. ആ നദിയിൽ എന്നെ കുളിപ്പിച്ചിട്ട് അവന് നിവാപാഞ്ജലി നൽകാൻ വേണ്ടി എന്നെ സഹായിക്കണം. അങ്ങനെ അനുജന് അന്ത്യാഞ്ജലി നൽകിയ കഥയാണ് ഇവിടെ പറയുന്നത്. ഈ ശ്ലോകം വളരെയധികം ഹൃദ്യമാണ്, വളരെയധികം വികാരനിർഭരമാണ്. ഈ ശ്ലോകം എല്ലാവരും ഈ 8 വരി ശ്ലോകം പഠിക്കണം.
വാൽമീകി രാമായണത്തിലെ ഒരു ശ്ലോകമെങ്കിലും നമ്മൾ പഠിക്കാറിഞ്ഞാൽ വളരെയധികം നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഈ പാഠം അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിജയാശംസകൾ. നമസ്തേ.